51 സ്ക്വയർ 51 സ്ക്വയർ ഈസ് ഈക്വൽ ടു. അപ്പം നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. 1 സ്ക്വയർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 51 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു 5 ഇൻറ്റു 1 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 1 5 2 10 ഒരു 10 10 എന്ന് നമുക്ക് കിട്ടുന്ന എത്ര 10 കിട്ടും. 10 നമ്മൾ 0 കൊടുക്കും. 1 റിമൈൻഡർ 1 വരും റിമൈൻഡർ വരും. അത് കഴിഞ്ഞിട്ട് അടുത്തെന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ എന്ന് പറയുമ്പം 25 പ്ലസ് റിമൈൻഡർ 1 അപ്പോൾ അതിടും 26. അപ്പം 26 0 1. അടുത്ത കണക്ക് നോക്കാം നമുക്ക് 52 സ്ക്വയർ. അപ്പോൾ 52 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ 2 സ്ക്വയർ എത്രയാണ് 4. അപ്പോൾ 4 എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് 2 ഇൻറ്റു 5 ഇൻറ്റു 2 5 2 10 2 20 2 ഇൻറ്റു 5 അപ്പോൾ ഈ 2 സംഖ്യകളുടെ ഗുണിക്കുക 5 2 10 2 20 അപ്പോൾ 20 ഈസിക്കൽ 20. ഇപ്പോൾ 2 2 4 നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ നമുക്കിവിടെ 20 0 നമ്മൾ കൊടുക്കാം. പോയിട്ട് നമുക്കിവിടെ 2 റിമൈൻഡർ ബാലൻസ് വരും. അതിനടുത്ത് 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 പ്ലസ് 2 ഈസിക്കൽ ടു 27. അപ്പം 27 0 4. അടുത്ത നോക്കാം 53 സ്ക്വയർ. 53 സ്ക്വയർ ഈ പറഞ്ഞ പോലെ നമുക്ക് 3 സ്ക്വയർ 9. അടുത്ത നമുക്ക് 5 3 15 2 സംഖ്യകൾ ഗുണിക്കുക 5 3 15 15ൻ്റെ ഇരട്ടി 15 2 30 30 0 റിമൈൻഡർ എത്ര വരും 3 വരും. പോട്ട് 5 സ്ക്വയർ എത്രയാണ് 25 പ്ലസ് 3 ഈക്വൽ ടു 28. ഇതുപോലെ നമുക്ക് ഇനി വേറെ ഏത് കണക്കിൻ്റെ വേണമെങ്കിലും നമുക്ക് ഈ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമുക്ക് ചെയ്യാം. ഉദാഹരണത്തിന് 64ൻ്റെ എന്ന് പറയുമ്പോൾ എത്ര 64 സ്ക്വയർ ഈക്വൽ ടു 4 16 4 സ്ക്വയർ ഈക്വൽ ടു 16. അപ്പോൾ നമ്മളുടെ 16 എഴുതുക, അതിന് 6 എഴുതുക, 1 എന്ന് പറഞ്ഞ റിമൈൻഡർ വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് തമ്മിൽ ഗുണിക്കുക. അപ്പം 6 2 ഇൻറ്റു 6 ഇൻറ്റു 2 ഇൻറ്റു 6 ഇൻറ്റു 4 ഈക്വൽ ടു 6 12 12 48 48 1 49. അപ്പോൾ 9 എഴുതുക. പോയിട്ട് 4 റിമൈൻഡർ വരും. അതിൻ്റെ അടുത്തത് 6 സ്ക്വയർ. അപ്പോൾ 6 സ്ക്വയർ പ്ലസ് 4 റിമൈൻഡർ 6 36 പ്ലസ് 4 = 40. അപ്പോൾ നമുക്ക് 40 96.